ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ പാണ്ടാസിലെ ഇന്നലത്തെ വീഡിയോൻ്റെ തുടർച്ചയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയോണ്ട് 2 പാർട്ടാക്കിയതാണ്. അപ്പം ഈ വീഡിയോ ഒന്ന് ക്ലിയർ ആണെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് എടുക്കാം. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ ഇന്നലത്തെ DF ഇവിടെ ഞാൻ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ DF. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഡെക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഒരു ഇതാണ് ഇൻഡെക്സ്. ഈ ഇൻഡെക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്. അപ്പോൾ ഈ 0-ൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്താക്കണം, എനിക്ക് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 0 മുതൽ 1704 റോ ആണ് ഉള്ളത്. 1 മുതലാണെങ്കിൽ 1705 റോ വരെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ 1 മുതലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, ഇത് പൈത്തണിലെ ഒരു ഫംഗ്ഷൻ df ഡോട്ട് ഇൻഡെക്സ് is equal to list of bracket open ചെയ്യുക, range ഫംഗ്ഷൻ, റേഞ്ച് ഏത് മുതലാണ് വേണ്ടത് അതുപോലെ കൊടുത്താൽ 1 മുതൽ 1705 വരെ വേണം. അപ്പോൾ ആ ഇൻഡെക്സിൽ അത് കൺവേർട്ട് ആവും. ഓക്കെ, ഇനി നമുക്ക് df ഡോട്ട് ഹെഡ് എടുക്കുക, ഇല്ല df നോക്കാം. ഓക്കെ, കണ്ട, അപ്പോൾ ആ ഇൻഡെക്സ് ഇവിടെ മാറിയിട്ടുണ്ട്. 1 മുതൽ ഇൻഡെക്സ് എന്തായിട്ടുണ്ട്, 1 മുതൽ ആയിട്ട് 1704 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, മറ്റേ 704 മീൻസ് നമ്മൾ 705 കൊടുത്താൽ 5-മത്തത് അതിൽ പെടില്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ അതിനാണ് ഇൻഡെക്സ് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സിനെ എനിക്ക് ഫ്ലോട്ടിംഗ് നമ്പർ ആക്കണമെങ്കിലോ അതും കഴിയും. അതിനെങ്ങനെ ചെയ്യില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, ഫ്ലോട്ടിംഗ് നമ്പർ ആക്കാൻ df ഡോട്ട് ഇൻഡെക്സ് ഈക്വൽ ടു ഒരു ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്, ഇൻഡെക്സ് ഈക്വൽ ടു d ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫ്ലോട്ട് കൊടുക്കാം, ഫ്ലോട്ട് i into 5. ഇത് ഫ്ലോട്ടിങ്ങിലേക്ക് മാത്രമല്ല, ഇതിനെ ഞാൻ 5-ന്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് 1-ന് പകരം 5 വരും, 2-ന് പകരം 10 അങ്ങനെ ആക്കണമെങ്കിൽ i ഇൻറ്റു ഇങ്ങനെ കൊടുത്താൽ മതി. i കൊടുത്തിട്ട് പിന്നെ ഒരു ഫോർ ലൂപ്പിൽ റൺ ചെയ്യാം. ഫോർ i in range 1705. ഓക്കെ, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റണ്ണ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ദെൻ df എന്ന് കൊടുത്താൽ എന്ത് കിട്ടും, 5-10 രീതി. അപ്പോൾ ഇത് ഏത് രീതിയിൽ നമുക്ക് ഇൻഡെക്സ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇപ്പം ഇവിടെ ഫ്ലോട്ടിൽ ഞാൻ എന്താക്കിയ വെറും ഫ്ലോട്ടായിട്ട് മാത്രം കൺവേർട്ട് ചെയ്തുള്ളൂ. 1.0 2.0 ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 2 ടൈപ്പ് ഇൻഡെക്സിംഗ് ആണ് പാണ്ടാസിൽ നമ്മൾ സാധാ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന്
രണ്ട് ടൈപ്പ് ഇൻഡെക്സ് ഉണ്ട്. ഒന്ന് ഫസ്റ്റത്തെ ഇൻഡെക്സ് നമുക്ക് നോക്കാം. df ഡോട്ട് ഇൻഡെക്സ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 1 എന്ന് കൊടുത്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഏത് വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് 64 അഥവാ 2.0 എന്ന് കിട്ടിയിട്ടുണ്ട്. lp ഡോട്ട് 2.0 എന്നാൽ ഇത് 1 എന്ന് കൊടുത്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടി. അപ്പൊ ഇതിന് ഈ ഇൻഡെക്സ്, പക്ഷെ ആക്ച്വലി ഇത് 0 1 ഇതാണ് 1. അപ്പൊ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സ് ആണ് ഇതിനെ എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ് എന്ന് പറയും. ഇതിന്റെ പേരാണ് എക്സ്പ്ലിസിറ്റ് അണ്ടർസ്കോർ ഇൻഡെക്സ്. ഇതിനാണ് എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് രണ്ടാണ്. ആ എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ് ഓക്കെ. ഇനി ഒരു ഇംപ്ലിസിറ്റ് ഇൻഡെക്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ df, അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ df സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ഇടും, പിന്നെ ഡബിൾ കോട്ടിന് i ഓഫ് 1.0 നമുക്ക് നോക്കാം. തെറ്റിയാ? സോറി, ഇത് ഇങ്ങനല്ല. ഇത് നമുക്ക് ഇനിയിപ്പോ രണ്ടാമത്തെ ഇൻഡെക്സ് നേരത്തെ അല്ല, ഇങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ഇൻഡെക്സ് മൂന്നാമത്തെ ഇൻഡെക്സ് ഇട്ടാണ് df3 കൊടുക്കുക. സോറി, df3 എന്ന് കൊടുത്താൽ കിട്ടില്ല. df ഡോട്ട് ഇൻഡെക്സ് 3. ഓക്കെ, അപ്പൊ 64 ഫ്ലോട്ട് 64 അഥവാ നാലാമത്തെ ഇൻഡെക്സ് കിട്ടിയത് ഇതാണ് 3 അഥവാ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡെക്സിൽ രണ്ട് ടൈപ്പ് ഇൻഡെക്സ് ഉണ്ട്, LOC ആൻഡ് ILOC. ഓക്കെ, df ഡോട്ട് എന്നാണ് ഇതിന് df ഡോട്ട് LOC ഓഫ് എത്ര ഇതെടുക്കും. LOC ഓഫ് നമുക്ക് ഇതിന് വാല്യൂ കിട്ടും. തെറ്റിയാ? here ഓക്കെ, ഇപ്പോൾ LOC ഓഫ് 8 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എട്ടാമത്തെ ഇൻഡെക്സിലെ മൊത്തം ഡീറ്റെയിൽ കിട്ടും. നോക്കാം എട്ടാമത്തെ ഇൻഡെക്സ് ഏതാ. എട്ട് ഇതിൽ കാണണമെങ്കിൽ 8 സെപ്പറേറ്റ് എടുക്കണ്ടേ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കൊടുക്കാം.
4 കൊടുക്കാം. കൺട്രി അഫ്ഗാനിസ്ഥാൻ, ഇയർ 1966, 0, 1, 2, 3, 4. 1972 അല്ല, 1, 2, 3, 4. 1967. LOC 4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഇത് ഒന്നായിട്ടാണ് ഉള്ളത്. ഒന്നാമത്തെ ഇൻഡെക്സ്, ഇത് രണ്ടാമത്തെ ഇൻഡെക്സ്, മൂന്നാമത്തെ ഇൻഡെക്സ്, നാലാമത്തെ ഇൻഡെക്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ LOC 4 മീൻസ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറാണ് ഇത്. പക്ഷേ എന്നാൽ ILOC ഓഫ് 4 എന്ന് നോക്കുക. ILOC ഓഫ് 4. അപ്പോൾ ILOC 4 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ നമ്പറാണ് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടിയാൽ 0, 1, 2, 3, 4 ഇത് ഉണ്ടോ. അപ്പോൾ ഈ ആക്ച്വലി നമ്മൾ വിസിബിൾ ആകുന്ന സാധനത്തിനാണ് LOC എന്ന് പറയുന്നത്. അത് LOC മീൻസ് LOC എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ്, നമ്മളെ വിസിബിൾ ആയ ഇൻഡെക്സ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്രത്യേക ILOC എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ഇൻഡെക്സ്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ നമ്പർ വേണ്ടതല്ല, സോറി, ലിസ്റ്റിലൊക്കെ പഠിച്ച പോലെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സും. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഡാറ്റ അനാലിസിസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇത് വെച്ചിട്ട് ഈ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽ കണ്ടുപിടിക്കാം. DF ഡോട്ട് LOC ഓഫ് 100 കൊടുക്കാം. 100, പിന്നെ കൺട്രി. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്തൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 100ാമത്തെ LOCയിൽ വന്ന കൺട്രി ഏതാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഡാറ്റകളെ ഫെച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഈ LOC എക്സ്പ്ലിസിറ്റ് LOC മീൻസ് എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ്. എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, സ്ലൈസിങ് നടത്താൻ കഴിയും. നമുക്ക് നോക്കാം. DF ഡോട്ട് LOC ഓപ്പൺ ചെയ്യാം. ഒരു 2 to 12 അവിടെ 2 മുതൽ 12 വരെ. ഇതിൻ്റെ പ്രത്യേകത LOC എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ആ ലാസ്റ്റ് നമ്പർ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ സ്ലൈസിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പറിലൊക്കെ, ഈ അവസാനത്തെ സ്ലൈസ്, ഈ അവസാനം കൊടുക്കുന്ന നമ്പറിൻ്റെ ഒന്ന് കുറഞ്ഞിട്ടുള്ളതാണ് കിട്ടൽ. പക്ഷെ എക്സ്പ്ലിസിറ്റ് ഇൻഡെക്സിൽ അത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇതേപോലെ LOC വെച്ചിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യാം. DF ഡോട്ട് ILOC ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 നേരത്തെ എത്ര കൊടുത്ത 12 അല്ലേ. അപ്പോൾ ഇതിൽ പ്രത്യേകത വെച്ചാൽ 2 to 12 ആണെങ്കിൽ പോലും ഇത് സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ 2 എന്നായിരുന്നു, ഇവിടെ 3 സ്റ്റാർട്ട് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ 2 എന്ന് പറഞ്ഞാൽ 0, 1, 2. ഓക്കെ, മൂന്നാമത്തെ എൻട്രി ആയിരിക്കും. അപ്പോൾ 3 to 12 വരെ സ്റ്റാർട്ട് ആയി കിട്ടി. പക്ഷെ 12ാമത്തെ എൻട്രി ഇൻക്ലൂഡ് അല്ല. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് ആക്ച്വലി 10ാമത്തതാണ്. സോറി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കിട്ടിയത്. അഥവാ 11 വരെ ഉള്ളതേ കിട്ടുള്ളൂ. ഓക്കെ,
രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ 0 1 അത് ഇതറിയണമെങ്കിൽ DF എൻ്റർ അടിച്ചാൽ മതി. 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് 0, ഇത് 1, ഇത് 2. ഓക്കെ, അപ്പോൾ 2 മുതൽ സ്റ്റാർട്ട് ചെയ്ത് എന്നാൽ 12ാമത്തത് df.head 12. 12ാമത്തത് 2000, ഇവിടുത്തെ 2000. ഓക്കെ, അപ്പം 1 2 3 4 5 6 7 8 12 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, 3 to 12 3 2 3 6 7 8 9 10 എൻട്രീസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ILOC വെച്ചിട്ട് മൈനസിൽ നമുക്ക് ഡാറ്റകൾ എടുക്കാം. df.ILOC -2 കൊടുക്കാം. അല്ല, അവസാനത്തിന് വരും 2. 1703 എല്ലാ കോളംസും അതിൻ്റെ ഡീറ്റെയിൽസും കറസ്പോണ്ടിങ് ഡീറ്റെയിൽസും കിട്ടി. നമുക്ക് ILOC വെച്ചിട്ട് നമുക്ക് വേണ്ട ഡാറ്റകൾ മാത്രം എടുക്കാം. വേണ്ട ഡാറ്റകൾ മാത്രം എടുക്കുക. ഒന്നിൽ കൂടുതൽ ഡാറ്റകൾ എടുക്കുമ്പോൾ 2 ഡൈമെൻഷനിൽ എഴുതണം. അപ്പോൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. 0ന്റെ ഇൻഡെക്സിൽ വേണം, 3ന്റെ വേണം, 6ന്റെ വേണം. 0 ഇൻഡെക്സിൽ കിട്ടി. 3ന്റെ പറഞ്ഞാൽ നമ്മൾ LOCയിൽ ഇംപ്ലിസിറ്റ് വിസിബിൾ ആകുന്നതിൽ 4ആണ്. മറ്റത് 6നത് 7ാമത്തെ കിട്ടി. ഇതേപോലെ ഈ ILOC ഈ സെയിം സംഭവം തന്നെ LOCയിൽ നമുക്ക് എടുക്കാം. മാറ്റി എടുത്താൽ മതി. വിസിബിളായ ഇത് തെറ്റാൻ കാരണം വെച്ചാൽ 0 നോട്ട് ഇൻഡെക്സ്. LOC വിസിബിൾ അല്ല, അപ്പോൾ 1 മുതലല്ല സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ 1 ആക്കണം. കൊടുത്തത് എന്താണോ കൺവേർട്ട് ചെയ്ത് അത് തന്നെ ആയിരിക്കണം. ഓക്കെ, കിട്ടി. ഈ LOC വെച്ചിട്ട് നമുക്ക് എന്താക്കാം, അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വേറെ അത് ഇപ്പോൾ നമുക്ക് 2 കോളം ആവശ്യമുള്ള കറസ്പോണ്ടിങ് കോളം മാത്രമേ നമുക്ക് കൊണ്ടുവരാം. Too many indexes. Okay. അത് കിട്ടി. ഇനി ഇതിന് മാത്രം ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, കൺട്രി കോണ്ടിനെന്റ് മാത്രം കിട്ടി. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് എടുക്കാം.
ഒന്നാമത്തെ ഇൻഡെക്സിൽ കൺട്രിയും കോണ്ടിനെന്റും മാത്രം ഡാറ്റകൾ നടക്കും. ഈ രീതിയിൽ ഇത് LOC നമുക്ക് ഏറ്റവും കൂടുതൽ ഡാറ്റ അനാലിസിസ് പ്രോബ്ലം റിയൽ വേൾഡിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഉപകാരപ്പെടും. ഇത് കൂടുതലായിട്ട് എല്ലാവരും നോക്കണം. ഇപ്പം നമുക്കിപ്പോൾ ഇൻഡെക്സ് നമ്മളിപ്പോൾ ഇതിൽ ഇൻഡെക്സ് 1.0 അങ്ങനല്ലേ. ഇപ്പം നമുക്ക് ഇൻഡെക്സ് ഇയറിനെ ഇൻഡെക്സ് ആക്കി എടുക്കണമെങ്കിലോ അതിനും കഴിയും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉദാഹരണത്തിൽ ടെമ്പ് എന്നുള്ള ഒരു വേരിയബിള് ഉണ്ടാക്കുക. അതിൽ നമ്മൾ df.set index എന്ന് കൊടുക്കാം. set_index എന്നിട്ട് ഇയർ കൊടുത്താൽ മതി. ഇയർ ഓക്കെ. ഇനി df എൻ്റർ ചെയ്തു. ഇതിന് ഇൻഡെക്സ് ആയിട്ടുണ്ട്. അത് ഇയർ ബേസിൽ ഇൻഡെക്സ് ആയിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണെന്ന് വെച്ചാൽ df.1957 അടിച്ചു temp.loc 1967 ഒന്ന് ചെയ്തു. 1967 ഡാറ്റകൾ മാത്രമേ ഇൻഡെക്സ് ബേസിൽ കിട്ടി. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഇൻഡെക്സ് ഇപ്പോൾ ഇൻഡെക്സ് എന്നുള്ളത് ഇയർ ആണ്. ഓക്കെ, df.loc 1 കൊടുത്താൽ 50 കൊടുത്തു. കൺട്രീനെ ഇൻഡെക്സ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്തത്, set.temporary index ആക്കാൻ വേണ്ടി df.set index കോളൻ നെയിം കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സിനെ നമുക്ക് എന്താക്കണം, റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഫംഗ്ഷൻ df.reset index drop true. അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്ത എല്ലാം പഴയ പോലെ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായി, എല്ലാ ഡാറ്റ എങ്ങനെ ഉണ്ട് അതേപോലെ റീസെറ്റ് ആയിട്ട് ഇൻഡെക്സ് വരും. ഓക്കെ, ഈ df ഒന്ന് കൂടി നമുക്ക് അടിച്ചു വെക്കാം. പക്ഷെ ആക്ച്വൽ df എന്നുള്ളത് ഇൻഡെക്സ് 1. ഇതൊരു കോപ്പിയാണ് ഇവിടെ വന്നത്. കോപ്പിൻ്റെ ഇൻഡെക്സിലാണ് ഡ്രോപ്പ് ട്രൂ വന്നത്. പക്ഷെ ആക്ച്വൽ ഇൻഡെക്സ് 1.0 ഫ്ലോട്ടിംഗ് നമ്പറിലാണ്. അപ്പോൾ അത് ആക്ച്വലായിട്ട് തന്നെ കോപ്പിയിലല്ല, ആക്ച്വൽ തന്നെ മാറണമെന്നുണ്ടെങ്കിൽ സെയിം കോഡ് നമ്മളിവിടെ ചെയ്യുന്നു. ഇനി ഇൻ അഡീഷൻ ആയിട്ട് കോമൺ ഇട്ട് ഇൻ പ്ലേസ് കൊടുക്കുക. ഇൻ പ്ലേസ് ആക്ച്വൽ പ്ലേസ് മാറണം. ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ. ഇത് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇനി df കൊടുത്താൽ ഓക്കെ, അപ്പോൾ df ആക്ച്വലായിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന് നന്ദി. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.